നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 6ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ യൂണിറ്റായ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ 8ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ 7ാമത്തെ പാർട്ട് വീഡിയോയിൽ ലെറ്റസ് അസസ് സോൾവിങ് ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗവും പിന്നെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പിന്നെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ലെറ്റസ് അസസിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒരു ഡയഗ്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പിക്ചറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക ചലനം, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫിഗർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് ടെക്സ്റ്റിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഒരു ഫിഗർ. എന്താണ്? സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതിൻ്റെ ഫിഗർ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഉണ്ട്, റൈറ്റ് സൈഡിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഹൗസ് ഹോൾഡ് യൂണിറ്റിലോട്ട് ഒരു 2 ആരോസ് വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആരോയിൽ ഗുഡ്സ് ആൻഡ് സർവീസ്, രണ്ടാമത്തെ ആരോയിൽ റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഫോർ പ്രൊഡക്ഷൻ ഫാക്ടറിൻ്റെ റിവാർഡ്സ്, പ്രതിഫലം എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് 2 ആരോ വരച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പിന്നെ ഒന്നെന്ന് പറയുന്നത് പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആരോയിൽ റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് എഴുതണമെങ്കിൽ താഴെയുള്ള ഫസ്റ്റ് ആരോയിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ എഴുതണം. പിന്നെ മുകളിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് എഴുതണമെങ്കിൽ താഴെ പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്. കേട്ടോ, അത് കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ എഴുതണം. ഏതാണോ ഫസ്റ്റ് എഴുതുന്നത് സെയിം അതേ സാധനം തന്നെ താഴെയും ആരോ വരച്ചിട്ട് ആ ഒരു ഫസ്റ്റ് അത് തന്നെ എഴുതണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആരോ ഇടുന്ന കാര്യത്തിലും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇനി ഇതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഒന്നാമത് പറഞ്ഞിട്ടുള്ളത്, ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈസ് ദ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഹൗസ് ഹോൾഡ് യൂണിറ്റ് എന്തൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഏതിന്? പ്രൊഡക്ഷൻ യൂണിറ്റിന് സപ്ലൈ ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് യൂണിറ്റ് ആണ് എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഫാക്ടേഴ്സായ ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനും പ്രൊഡക്ഷൻ യൂണിറ്റിന് സപ്ലൈ ചെയ്യുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈസ്. ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈ ചെയ്യുന്നു. നമുക്ക് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ആരോയിലും താഴെ എഴുതിയേക്കുന്നത് നോക്കിയിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ആണ് സപ്ലൈ ചെയ്യുന്നത്. എന്താണ്? പ്രൊഡക്ഷൻ ഫാക്ടേഴ്സായ ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷനും ആർക്ക്? പ്രൊഡക്ഷൻ യൂണിറ്റിന് സപ്ലൈ ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തത്. മനസ്സിലായല്ലോ? ഈ ഫിഗറിൽ നോക്കൂ, ഇവിടെ ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് ഒരു ആരോ കണ്ടോ? അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഹൗസ് ഹോൾഡ് യൂണിറ്റ് സപ്ലൈസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ലാൻഡ്, ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഈസ് ഗിവൺ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര ആസ് റിവാർഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. അതായത് ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റിനോട് കൊടുത്തു. അപ്പോൾ ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് തിരിച്ച് ഹൗസ് ഹോൾഡ് യൂണിറ്റിന് അതിൻ്റെ റിവാർഡ് കൊടുക്കും അല്ലേ? നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതിൻ്റെ മൂന്നിൻ്റെ റിവാർഡ് എന്തൊക്കെയാണ്? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഇതെല്ലാമാണ് അതിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിവാർഡ് തിരിച്ച് ആർക്ക് കൊടുക്കും? പ്രൊഡക്ഷൻ യൂണിറ്റ് തിരിച്ച് ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കും. ആദ്യം ഹൗസ് ഹോൾഡ് യൂണിറ്റ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റിന് കൊടുത്തത്. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് തിരിച്ച് റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൻ്റെ റിവാർഡ്സ് തിരിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ് ആർക്ക് കൊടുക്കും? ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കും. മനസ്സിലായോ? അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഈസ് ഗിവൺ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര ആസ് റിവാർഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഹൗസ് ഹോൾഡ് യൂണിറ്റിന് ഗിവൺ കൊടുക്കുന്നു. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നൽകുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു. എന്തൊക്കെയാണ് നൽകുന്നത്? റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എക്സെട്ര ഇതെല്ലാം കൊടുക്കുന്നു. എന്തായിട്ട്? ആസ് റിവാർഡ് ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. റിവാർഡായിട്ട് അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് കൊടുക്കുന്നു. ആര്? ബൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ആര്? നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഫിഗർ എടുത്ത് നോക്കാം.
കണ്ടോ ഈ ഫിഗറിൽ ഞാൻ അവിടെ ആരോ വരച്ചേക്കുന്നത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കുന്നു. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൻ്റെ റിവാർഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിൻ്റെ പ്രതിഫലം റിവാർഡ് കൊടുക്കുന്നു. എന്തൊക്കെയാണത്? റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഇതെല്ലാമാണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കാം. എന്താണ്? ദ പ്രൊഡക്ഷൻ യൂണിറ്റ് സപ്ലൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഈ പറയുന്ന പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്സും സർവീസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസും ഒക്കെ തിരിച്ച് ഹൗസ് ഹോൾഡ് യൂണിറ്റിന് കൊടുക്കും. ദ പ്രൊഡക്ഷൻ യൂണിറ്റ് സപ്ലൈസ്, പ്രൊഡക്ഷൻ യൂണിറ്റ് സപ്ലൈ ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സും സർവീസും സാധനങ്ങളും സേവനങ്ങളും ആർക്ക്? ടു ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ്, ഹൗസ് ഹോൾഡ് യൂണിറ്റിന് ഈ പറയുന്ന ഗുഡ്സും സർവീസും ഒക്കെ കൊടുക്കുന്നു. ആരാണ്? പ്രൊഡക്ഷൻ യൂണിറ്റ്. അതാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ ഞാൻ ആരോ വരച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് എങ്ങോട്ട് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡ് യൂണിറ്റിലോട്ട്. ആരോ വരച്ചത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് ഗുഡ്സും സർവീസും ഒക്കെ ആർക്ക് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡ് യൂണിറ്റിലോട്ട് സപ്ലൈ ചെയ്യുന്നു. ആര്? ഈ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. മനസ്സിലായല്ലോ? അടുത്ത നാലാമത്തെ പോയിന്റ്, ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ്ഡ്. ഗുഡ്സും സർവീസും ആര്? നമ്മുടെ ഹൗസ് ഹോൾഡ് യൂണിറ്റ് റിസീവ് ചെയ്യുന്നതിന് പകരമായിട്ട്, ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ്ഡ് ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് പേയ്സ് പ്രൈസ് ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു വില പ്രൊഡക്ഷൻ യൂണിറ്റിന് പേ ചെയ്യുന്നു അല്ലേ? പ്രൊഡക്ഷൻ യൂണിറ്റിന് വിലയായിട്ട് വില നൽകുന്നു. ഈ റിസീവ് ചെയ്ത ഗുഡ്സിനും സർവീസിനും പകരമായിട്ട് ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഒരു വില, പ്രൈസ് ആർക്ക് നൽകുന്നു? പ്രൊഡക്ഷൻ യൂണിറ്റിന് നൽകുന്നു. അതാണ് നാലാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് റിസീവ്ഡ് ദ ഹൗസ് ഹോൾഡ് യൂണിറ്റ് പേയ്സ് എ പ്രൈസ് ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. കണ്ടോ ഇവിടെ നമ്മുടെ ആരോ വരച്ച് ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട്. എന്താണ്? പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സിനും സർവീസിനുള്ള പ്രൈസ് ആര് നൽകുന്നു? ഹൗസ് ഹോൾഡ് യൂണിറ്റ്. ആർക്ക് നൽകുന്നു? പ്രൊഡക്ഷൻ യൂണിറ്റിന് നൽകുന്നു. അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത് സിൻസ് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംപ്ഷൻ ആർ കണ്ടിന്യൂസ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രൊഡക്ഷനും കൺസംപ്ഷനും, പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപ്പാദനവും കൺസംപ്ഷൻ എന്ന് വെച്ചാൽ ഉപയോഗവും എന്താണ്? കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ളതാണ്. ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഫോളോ എ സർക്കുലാർ പാറ്റേൺ. ഒരു സർക്കുലർ പാറ്റേണിലാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് എഴുതാനുള്ള? ലാസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെ എഴുതണം. എന്താണ്? സോ വി ക്യാൻ സേ ദാറ്റ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംപ്ഷൻ ആർ കണ്ടിന്യൂസ്, ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഫോളോ എ സർക്കുലർ പാറ്റേൺ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റിവാർഡ്സ് റിസീവ്ഡ് ബൈ ഈച്ച് ഓഫ് ദി പ്രൊഡക്ഷൻ ഫാക്ടർ. ഓരോ പ്രൊഡക്ഷൻ ഫാക്ടറും റിസീവ് ചെയ്യുന്ന റിവാർഡ്സ്, പ്രതിഫലം ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് എന്നുണ്ട് അറിയാലോ. 4 പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഓരോ പ്രൊഡക്ഷൻ ഫാക്ടറും റിസീവ് ചെയ്യുന്ന റിവാർഡ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ആയിട്ട് ഇട്ടതാണ്. ഏതൊക്കെയാണ്? ലാൻഡിൻ്റെ റിവാർഡ് റെൻറ്റ്. അടുത്ത രണ്ടാമത്തെ പ്രൊഡക്ഷൻ ഫാക്ടർ ലേബറിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് വേജസ് ഓർ സാലറി. വേജ് അല്ലെങ്കിൽ സാലറി, വേതനം അല്ലെങ്കിൽ ശമ്പളം, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന്. അടുത്ത ക്യാപിറ്റലിൻ്റെ റിവാർഡ് എന്താണ്? ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷൻ, പ്രോഫിറ്റ്. ഇതെല്ലാമാണ് റിവാർഡ്സ്. ഓരോ പ്രൊഡക്ഷൻ ഫാക്ടറിൻ്റെ അതിൻ്റെ റിവാർഡ്സും. അപ്പോൾ ഒന്നാമത്തെ പ്രൊഡക്ഷൻ ഉൽപ്പാദന ഘടകം എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതിഫലം എന്താണ്? പാട്ടം. ലേബർ അല്ലെങ്കിൽ തൊഴിലിൻ്റെ പ്രതിഫലം കൂലി. മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ, അതിൻ്റെ പ്രതിഫലം പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. അടുത്ത ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘാടനം, അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ റിവാർഡ് എന്താണ്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം. കേട്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ നാച്ചുറൽ റിസോഴ്സസ് ദാറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഫാക്ടർ ലാൻഡ് എന്ന പ്രൊഡക്ഷൻ ഫാക്ടറിൽ ഉൾപ്പെടുന്ന എല്ലാ നാച്ചുറൽ റിസോഴ്സസും ഉൾപ്പെടുന്നത് ലാൻഡ് എന്ന പ്രൊഡക്ഷൻ ഫാക്ടറിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോയിൽ, വാട്ടർ, മൗണ്ടെയ്ൻസ്, മെറ്റൽ, സാൻഡ്, വിൻഡ്, ഫോറസ്റ്റ്, ഓഷ്യൻസ് ഇതെല്ലാമാണ് ലാൻഡ് എന്ന പ്രൊഡക്ഷൻ ഫാക്ടറിൽ ഉൾപ്പെടുന്ന നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടുന്നത്? ഏതിൽ? നമ്മുടെ ഭൂമി എന്ന ഉൽപ്പാദന ഘടകത്തിൽ ഉൾപ്പെടുന്ന പ്രകൃതി വിഭവങ്ങൾ ഏതൊക്കെയാണ്? സോയിൽ മണ്ണ്, വാട്ടർ ജലം, മൗണ്ടെയ്ൻസ് പർവ്വതങ്ങൾ, മെറ്റൽ ലോഹങ്ങൾ, സാൻഡ് മണൽ, വിൻഡ് കാറ്റ്, ഫോറസ്റ്റ് വനങ്ങൾ, ഓഷ്യൻസ് സമുദ്രങ്ങൾ. ഇതെല്ലാമാണ്
ഉൾപ്പെടുന്നത്. ലാൻഡ് അല്ലെങ്കിൽ ഭൂമി എന്ന പ്രൊഡക്ഷൻ ഫാക്ടറിൽ ഉൾപ്പെടുന്ന നാച്ചുറൽ റിസോഴ്സസ്. അടുത്ത ലിസ്റ്റ് ദ നെയിംസ് ഓഫ് സം ഗുഡ്സ് ദാറ്റ് യു ആർ യൂസ്ഡ് ഇൻ എ ഡേ. ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഗുഡ്സിൻ്റെ പേര് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും. പെൻ, പെൻസിൽ, ബുക്ക്, ഫുഡ്, പിന്നെ ടേബിൾ, ചെയർ, ബോൾ, അംബ്രല, അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം. പേസ്റ്റ്, ബ്രഷ്, അങ്ങനെ ഇഷ്ടമുള്ളത് ഏതെങ്കിലും കുറേ ഗുഡ്സിൻ്റെ പേരങ്ങ് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ നെയിംസ് ഓഫ് സർവീസ്. സർവീസിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ കുറച്ച് പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചിങ്, മെഡിക്കൽ സർവീസ്, ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് സർവീസസിന് എക്സാമ്പിൾ. അപ്പോൾ സേവനങ്ങൾ ഏതൊക്കെയാണ്? ടീച്ചിങ്, അധ്യാപനം, മെഡിക്കൽ സർവീസ്, മെഡിക്കൽ ഫീൽഡ്, പിന്നെ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം, കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം, ഇതെല്ലാമാണ് ഏതിൽ വരുന്നത്? സർവീസസിൽ വരുന്നത്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇത് മൂന്നും കൂടി ഒന്നിച്ച് ചേരുമ്പോഴാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ഓക്കെ, ഇത് കാണിക്കാൻ കാരണം നമുക്ക് എക്സാമിന് ചിലപ്പോൾ ഈ ഒരു ബോക്സിലുള്ള 1-2 ഇല്ലാതാക്കിയിട്ട് അല്ലെങ്കിൽ അവിടെ ഡാഷ് ഇട്ടിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഡാഷ് ഇട്ട ഭാഗത്ത് വിട്ടുപോയിട്ടുള്ള ഏതാണോ ആ ഒരു സംഭവം വെച്ച് നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് മലയാളം മീഡിയംകാർക്കുള്ളതാണ്. ഉൽപ്പാദന ഘടകങ്ങൾ ഏതെല്ലാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഉൽപ്പാദന പ്രക്രിയ നടക്കുന്നത്. ഉൽപ്പാദന പ്രക്രിയ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്.